യെശയ്യാ 60:1 ഈ ദിവസങ്ങളിലെല്ലാം ന്യൂ ഇയറിന് മുമ്പുള്ള വിളംബരങ്ങളാണ് ഞാൻ എന്നെക്കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നത്. കാരണം കർത്താവ് വരുന്നതിന് മുമ്പ് അനൗൺസ്മെൻ്റ് ഉണ്ട്. ഒരു പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പേ അനൗൺസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ 2-3 ദിവസത്തെ ജോലി അനൗൺസിങ് ആണ്. കർത്താവ് ചെയ്യാൻ പോകുന്ന ദൈവത്തിൻ്റെ മഹത്വത്തെ വിളിച്ചു പറയുക. കാരണം അവർ ഹാർട്ട് ഹാസ് ടു ബി പ്രിപ്പയർഡ് ടു റിസീവ് ദ ന്യൂനെസ് ഓഫ് ദി ന്യൂ ഇയർ കമ്മിങ്. അപ്പം ദൈവം നമ്മളെക്കൊണ്ട് അനുഗ്രഹിക്കുന്ന മക്കളാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതുകൾ പറയിപ്പിക്കുകയാണ് ഈ സമയത്ത് ചെയ്യുന്നത്. യെശയ്യാ 60:1 ഇങ്ങനെയാണ് വായിക്കുന്നത്: എഴുന്നേറ്റു പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. വളരെ നമുക്കവിടെ നിർത്താം. യഹോവ പറയുകയാണ് എഴുന്നേറ്റ് പ്രകാശിക്കുക. അപ്പം നമ്മൾ ഇരിക്കുന്നവരോടാണ് എഴുന്നേക്കാൻ പറയുന്നത്. പ്രകാശം നമ്മുടെ മേൽ പ്രകാശം, ഇരുട്ടിലിരിക്കുന്ന ഒരു ജനതയുടെ മേൽ പ്രകാശമായിരിക്കും. നമ്മളെ നോക്കി എവിടുന്ന് പ്രകാശം വരുന്നത്. കിടക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് എഴുന്നേൽക്കാൻ പറയും. എഴുന്നേൽക്കുന്നവരോട് ദൈവം പറയുന്നത് ഇരിക്കാൻ പറയും. ഇരിക്കാവുന്നവരോട് ദൈവം പറയും എഴുന്നേൽക്കാൻ പറയും. എഴുന്നേൽക്കുന്നവരോട് കർത്താവ് പറയും നടക്കുന്നവർ ഓടണം, പിന്നെ പറക്കണം. ഇതൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്. കർത്താവ് പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്ക്. ചില സാഹചര്യങ്ങൾ ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരെ എനിക്കറിയാം. ഒത്തിരി ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ ഒത്തിരി പേർക്ക് പ്രാർത്ഥന പല വർഷങ്ങളായി അയച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ചിലത് പകുതിക്ക് വെച്ച് നിന്നുണ്ട്. ഇനി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നും ആവശ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പതറുന്നവരുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാ പറയുകയാണ് എന്ത് സാഹചര്യമാണേലും എന്നാ നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിൻ്റെ ആത്മാവാണ് നിൻ്റെ മേൽ വന്നിരിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്. ദൈവത്തിൻ്റെ മഹത്വമാണ് തേജസ് എന്ന് പറയുന്നത്. അവൻ്റെ സ്വഭാവം, അവൻ്റെ ആവരണം നമ്മുടെ മേൽ വീഴുമ്പോൾ അവൻ്റെ സ്വഭാവമാണ്. നമ്മൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെ ഈ ഭാരപ്പെട്ട മനുഷ്യരോട് ഞാൻ പലപ്പോഴും വചനം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിലോട്ട് അത് കയറുന്നേ ഇല്ല. പലപ്പോഴും എന്നോട് ടെലിഫോൺ ചെയ്തിട്ട് ഞാൻ പല പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിലരോട് പറയും വെറുതെ എൻ്റെ സമയം കളയാനായിട്ട് എന്തിനെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന പോലും ഇല്ല. എനിക്ക് സങ്കടം തോന്നും. ഒരു ചേമ്പലയുടെ മുകളിലോട്ട് വെള്ളം ഒഴിക്കുന്ന പോലെ അങ്ങ് താഴോട്ട്. നമ്മൾ എത്ര നന്മ പറയും, ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് ഒന്ന് വാ, പ്രശ്നം അവിടെ നിൽക്കട്ടെ, ദൈവത്തിന് അസാധ്യം. ഈ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലേ പ്രശ്നം പരിഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാ പ്രശ്നം ദൈവമാക്കി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ഇനി എന്നെ അവിടെ വിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല, വെറുതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം വിനയവും അനുസരണവും, എനിക്കൊരു ഉത്തരം വേണം, ആ ഉത്തരത്തെ ഞാൻ പിടിച്ചു നിൽക്കും. അത് ദൈവത്തിൻ്റെ തന്നെ ദൂതാണ്. അല്ല എൻ്റെ ഭാരം വല്ലവരോടും പറഞ്ഞ് അവരെ കൂടെ വിഷമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശിച്ച് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം അങ്ങനെ തന്നെയാണ്. നമുക്ക് ദൈവം പറയുന്നത് സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. ഏതൊരു കാര്യത്തിലും ഭാരം ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ കൊണ്ടുപോകാം, ഞാനത് പരിഹരിച്ച് തരുന്നതിന് പകരം നമ്മൾ ഈ ഭാരം ദൈവമായിട്ട് വെക്കും. പല സ്ത്രീകളും എന്നെ വിളിക്കുന്ന പല സ്ത്രീകളുടെയും കാര്യം പറയുമ്പോൾ അവരുടെ ഭർത്താവ് ദൈവമായിട്ട് അങ്ങ് ഇരിക്കുക. നമ്മളൊന്ന് മാറ്റി വെക്കുക ആ മനുഷ്യനെ, ഭർത്താവിൻ്റെ പദവി ഒന്ന് മാറ്റി. നീ ഒന്നും ശരിയായിട്ടുള്ള ഭാര്യയായിട്ട് ജീവിക്കാൻ നിനക്ക് അറിയത്തുമില്ല. പിന്നെ നീ ഭാര്യയെ ഭർത്താവിനെ പിടിച്ച് ദൈവവുമായിട്ട് വെച്ചാൽ നിനക്ക് ഒരിക്കലും നന്മ വരത്തില്ല. അതുകൊണ്ട് എടുത്തു മാറ്റി വെച്ച് ദൈവത്തെ അവിടോട്ടൊന്ന് പ്രതിഷ്ഠിച്ച് വെക്കുക എന്ന് ഞാൻ പലപ്പോഴും പറയും. കുറേ പ്രാവശ്യം കഴിയുമ്പം ചിലപ്പം കുറച്ചൊക്കെ പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ ഇറ്റ് റിയലി ഡ്രെയിൻസ് ഓഫ് അവർ എനർജി. കർത്താവ് പറയുന്നത് നിങ്ങളുടെ മേൽ ഇതാ ഞാൻ ദൈവത്തിൻ്റെ തേജസ് അയച്ചിരിക്കുകയാണ്, നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്താണ്, എവിടെയാണ് പ്രകാശിക്കുന്നത്? അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിൻ്റെ മേലോ യഹോവ ഉദിക്കും. ചുറ്റുപാടും സാഹചര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലുള്ള വെളിച്ചമില്ല. അവിടെ കൊച്ചു പിള്ളേരെ സ്കൂൾ വിട്ടാൽ പോലും ഡ്രിങ്ക്സിനും അഡിക്ഷനായി പോകുന്നു. പ്രായമുള്ളവരുടെ കാര്യം പറയുകയും വേണ്ട, അവർ വേണ്ടാത്ത കൂട്ടുകെട്ടി. ഇപ്പോൾ ഈ ഒരു IT ഒരു പ്രോഗ്രാം, ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം വന്നതോടുകൂടി കുഞ്ഞുങ്ങൾ കൂടുതൽ നല്ലവരാകും, അല്ലാത്തവർ അങ്ങേയറ്റം അങ്ങ് ചീത്തയാകും. നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്തൊരു കാലം. എല്ലാ അറിവുകൾ ഫിംഗർ ടിപ്പിലാണ് നിൽക്കുന്നത്. അങ്ങനെയൊരു കാലയളവിൽ നമ്മൾ ദൈവാത്മാവിനെ കൊണ്ട് പറഞ്ഞു വായുമണ്ഡലം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അവിടെ പോയി കുഞ്ഞുങ്ങളോട് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ആത്മാവ് ഏത് വിഷയമാണ് അവിടേക്ക് ഞാൻ അയക്കുന്നു ഈ വചനം. കർത്താവേ, അതെ, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വീണിരിക്കുന്നു എന്ന് നമ്മൾ കിഴക്കിനോടും പടിഞ്ഞാറിനോടും വടക്കിനോടും തെക്കിനോടും പറയാമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ചെന്ന് കൊള്ളും. ആ കൊള്ളും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലല്ലേ പറയാൻ തോന്നത്തുള്ളൂ. അത് ഈ കഷ്ടത്തിലിരിക്കുന്നവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പക്ഷേ ദൈവം ഒരു കൂടമെടുത്ത് ഉടച്ചിട്ട് നിങ്ങളുടെ തലയിൽ കയറിയിരിക്കുന്ന ഈ ഭാരം ഒന്ന് ഇറക്കി വെച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് കേൾക്കാൻ ദൈവത്തിൻ്റെ ആത്മാ പറയുകയാണ്. കർത്താവ് പറഞ്ഞു, ജാതികൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയശോഭയിലേക്കും വരും. നമ്മൾ പ്രകാശിച്ചാലല്ലേ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു
വെട്ടം കാണിക്കാനുണ്ടെങ്കിലല്ലേ ഇരുട്ടത്തിരിക്കുന്നവർ വെളിച്ചത്തിലൂടെ വരത്തുള്ളൂ. അത് സാധിക്കുന്നുണ്ടോ? നീ തലപൊക്കി ചുറ്റും നോക്കുക. അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിൻ്റെ അടുക്കൽ, നിൻ്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിൻ്റെ പുത്രിമാരെ പാർശ്വങ്ങളിൽ വഹിച്ച് കൊണ്ടുവരും. അതിൽ കൂടി എന്തോ വേണം? ഒരപ്പൻ്റെ അമ്മയുടെ നീതി നടത്തി തരണമേ, നീതി നടത്തി തരണമേ നമ്മളെല്ലാം നമ്മുടെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കും. പല പ്രയാസങ്ങളും, ഏതൊരു ഭാരവും ഈ പ്രയാസം സഹിക്കുന്നവർക്കത് ഭാരമാണ്. അതായത് ഉറുമ്പിനരി ഭാരമെങ്കിൽ ആനയ്ക്ക് തടി ഭാരം. അപ്പം ദൈവത്തിനറിയാം എത്ര ഭാരം. ഓരോരുത്തർക്കും അവരവരുടെ ഭാരം വലിയതാണ്. അത് ചെറുതാ സാരമില്ല നമ്മൾ പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ല. പക്ഷേ ഈ ഭാരമുള്ള സമയത്ത് ഈ ഭാരം ദൈവമായിട്ടിരിക്കുന്നതിനെ ഉടച്ചു മാറ്റിയേച്ച്, കർത്താവേ ഞാൻ നിൻ്റെ കണ്ണിലേട്ട് നോക്കുകയാണ്, നീ എനിക്ക് പ്രകാശിക്കുക, എൻ്റെ മക്കളെ നീ കൊണ്ടുവരും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രിമാരെ തോളത്തേറ്റിക്കൊണ്ട് വരുന്നവരും എൻ്റെ പുത്രന്മാരെ നീ കൊണ്ടുവരുന്നു വാഗ്ദത്തം ചെയ്യും. ഞാനതിൽ നിൻ്റെ പുത്രന്മാർ അവർ ദൂരത്ത് പോയിരിക്കാന്ന് വെച്ചാൽ ഒന്നുകിൽ ആത്മീയ കോളത്തിൽ അവർ മാറിപ്പോയി കാണും, അല്ല ചിലപ്പോൾ ഫിസിക്കലി ദൂരെ ആയിരിക്കാം, ബന്ധമില്ലാത്തവരായിരിക്കാം. നിൻ്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് നിൻ്റെ പുത്രിമാരെ പാർശ്വങ്ങളിൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും. സമുദ്രത്തിൻ്റെ ധനം നിൻ്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിൻ്റെ അടുക്കൽ വരും. നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ദൈവം ചെയ്യും ചെയ്യും ചെയ്യുമെന്ന് നമ്മൾ വിളിച്ചു പറയാൻ തുടങ്ങണം. ഈ പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. ദൈവശക്തി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ, അത് ആത്മാവ് നിറഞ്ഞ് അയക്കുന്നതെങ്കിൽ, ആത്മാവിൽ തീ കത്തിയാണ് ഇത് അയക്കുന്നതെങ്കിൽ അത് ചെന്ന് കൊണ്ടിട്ട് പ്രവർത്തിക്കും. അനേക കുടുംബങ്ങളിൽ ഇതൊരു വെളിച്ചമായിട്ട്, ഒരു കൂടമായിട്ട് കടന്നു വന്നിട്ട് ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ തലതെറിച്ചു മാറിയിട്ട് ദൈവം തൻ്റെ നമ്മുടെ മക്കളെ റിലീസ് ചെയ്ത് എന്നൊരു ദിവസമായിട്ട് പ്രൊക്ലെയിം ചെയ്യുന്നു. ഞാൻ കർത്താവ് പറയുന്നത് 60 മുഴുവനും വായിക്കുന്നതെന്നല്ല, പക്ഷേ 60ൻ്റെ പ്രധാന ഭാഗം 60:18 ഇനി നിൻ്റെ ദേശത്ത് സാഹസവും നിൻ്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. പല അമ്മമാർക്കും ഇതൊരു വലിയ ദൂതായിട്ട് മാറട്ടെ. പലരും എന്നെ വിളിച്ചിട്ട് പറയുമോ, വിവാഹം കല്യാണത്തിന് കൊച്ചുങ്ങളുടെ ഡിവോഴ്സ് ഒരു വെരി കോമൺ തിങ്. അയ്യോ എൻ്റെ മോന് സൗകര്യമില്ല, അവൾ പോയി കേസ് കൊടുത്തു, സ്വത്ത് മുഴുവൻ അവന് കൊടുക്കണം, അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. ഓരോ അമ്മമാരുടെ കരച്ചിൽ കേട്ടാൽ നമുക്ക് നീതി എവിടെയാണ് നടത്തുന്നത്. നമ്മൾ എന്തും ചെയ്താലും ആൺമക്കൾക്ക് ഒരു തരത്തിലും നീതി കിട്ടാത്ത ഒരു കാലമായി. അത് അവരാണല്ലോ തലമുറയുടെ പേര് വഹിക്കേണ്ടത്. അപ്പോൾ പിശാച് അവരെ തന്നെ അടിച്ചു. അപ്പോൾ നിയമങ്ങൾ ഇപ്പോൾ അവർക്കെതിരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട ഒരു കാലമാണ്. നമ്മൾ ആദിജാതന്മാർക്ക് ആൺമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, പെൺമക്കൾക്കും പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന. പക്ഷേ ആൺമക്കളെയാണ് ഏറ്റവും കൂടുതൽ പിശാച് ഇപ്പം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നിൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിൻ്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും. അതാണ് സ്തുതി, സ്തോത്രം എന്ന പദവി നമ്മുടെ വായിൽ നിന്ന് മാറരുത്. രക്ഷയെന്ന് മതിലിന്മേൽ എഴുതുകയാണ്, നമ്മളെല്ലായിടത്തും രക്ഷ എഴുതുകയാണ്. എന്നിട്ട് വാതിലുകൾക്ക് ഇനി പകൽ നേരത്തെ നിൻ്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്ന ചന്ദ്രനല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിൻ്റെ ദൈവം നിൻ്റെ തേജസ്സുമാകുന്നു. നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കയില്ല, നിൻ്റെ ചന്ദ്രൻ മറഞ്ഞുപോയില്ല. യഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കും, നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. ദാറ്റ്സ് ദി പ്രോമിസ്. കർത്താവ് പറയുകയാണ്, ഞാനാണ് ഇന്നു മുതൽ നിൻ്റെ വെളിച്ചം. രാത്രിയെന്നോ പകലെന്നോ നിനക്ക് പ്രശ്നമില്ല, ഞാൻ നിൻ്റെ വിഷയം ഏറ്റെടുത്തിരിക്കും. ഇന്നു മുതൽ നിങ്ങൾ പുതിയൊരു കാഴ്ചപ്പാടോടെ, ധൈര്യത്തോടെ, വിശ്വാസത്തോടെ മുൻപോട്ട് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുമ്പിലേക്ക് വിളംബരമായിട്ട് കടന്നു വരുമ്പം ഈ വിളംബരം എല്ലാ സംസ്ഥാനങ്ങളിലും, അഹസ്വേരോസ് രാജാവിൻ്റെ കാലത്ത് 127 സംസ്ഥാനങ്ങൾ അയച്ചെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ അയക്കുക അപ്പച്ച. വെള്ളക്കുതിരമേൽ ഈ ദൂതുകൾ പോകട്ടെ അപ്പച്ച. അത് നമ്മുടെ മക്കളിരിക്കുന്നിടത്ത്, മരുമക്കളിരിക്കുന്ന, കൊച്ചുമക്കളിരിക്കുന്ന, നമ്മുടെ ആവശ്യം ഭർത്താക്കന്മാരായിരിക്കും, ചിലർക്ക് ഭാര്യമാർ, അവിടെ ചെന്ന് ഇത് കൊള്ളണം. കൊണ്ട് ഈ ഒരു ന്യൂ ഇയറിന് മുമ്പിൽ അയക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രൊക്ലമേഷൻ, ദൈവത്തിൻ്റെ അനൗൺസ്മെൻ്റാണ്. ഇത് ഭൂമി മുഴുവനും പടരണം കർത്താവ്. ഏതു ഭാഷയിലും ഇത് കടന്നു ചെല്ലാൻ തക്കണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഷ തർജ്ജമ ചെയ്ത് അനേക കുടുംബങ്ങളിൽ ചെന്ന് വീഴട്ടെ. അനേക മക്കൾക്ക് ഇതിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കുടുംബങ്ങളിൽ കഷ്ടപ്പെട്ട് അമ്മയപ്പന്മാർ മക്കളെക്കുറിച്ചും മക്കൾ അമ്മയപ്പന്മാരെക്കുറിച്ചും സഹോദരീസന് വേദനിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ, കുഞ്ഞുങ്ങളെക്കുറിച്ച് വിഷമിക്കുന്ന ഈ അവസരങ്ങളിൽ നിൻ്റെ രക്ഷ ഞങ്ങളുടെ മതിൽ
വാതിലിന്മേൽ എഴുതുക അപ്പച്ച. സ്തോത്രവും സ്തുതിയും ഞങ്ങളുടെ വാതിന്മേൽ ഞങ്ങൾ എഴുതുന്ന അപ്പച്ച. ഇതിനകത്ത് കയറുന്നവർ സ്തോത്രവും സ്തുതിയുമായിട്ടേ കയറി വരാവും. ഞങ്ങളുടെ ഹൃദയത്തിന് സ്തോത്രം പൊങ്ങട്ടെ, സ്തുതി പൊങ്ങട്ടെ അപ്പച്ച. നിൻ്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്നതിനാൽ സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു കർത്താവേ. യഹോവയുടെ തേജസ് നമ്മുടെ തലമുറകളുടെ മേലെ, നമ്മുടെ മേലെ എല്ലാം നീ അയച്ചിരിക്കുന്നതിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥൻ. അത് ചെയ്തതിനാൽ ഞങ്ങൾ നിന്നെ സാഷ്ടാംഗം വണങ്ങി സ്തുതിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം അതിശയങ്ങളുടെ കലവറകൾ തുറക്കുന്നതിനാൽ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.